തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിങ്ക് പോലീസ് വാഹനത്തിന് മുകളിൽ മദ്യപന്റെ അഭ്യാസം. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ അഭ്യാസം നടക്കുന്നത്. അരമണിക്കൂറോളം ഇയാൾ വാഹനത്തിന് മുകളിൽ ഇരിക്കുകയായിരുന്നു. പോലീസ് ഇടപെട്ട് ഇയാളെ താഴെ ഇറക്കി വിടുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അഷിൻ ഡിയാഗോ വിവരങ്ങൾ നൽകും. അഷിൻ, ഒരു പിങ്ക് പോലീസ് വാഹനത്തിന് മുകളിലാണ് കയറിയിരിക്കുന്നത്. ലഹരി മൂത്താൽ പിന്നെ എന്ത് പിങ്ക് പോലീസ്, എന്ത് വനിതാ പോലീസ്, എന്ത് പുരുഷ പോലീസ് എന്നുള്ളതാണ്. എന്താണെങ്കിലും അയാളെ പിടിച്ചിറക്കി വിട്ടതല്ലാതെ മറ്റ് കേസോ നടപടികളോ ഒന്നും എടുക്കുന്നില്ലേ? ഷിഹാസ്, നെയ്യാറ്റിൻകര ബസ് ഡിപ്പോയ്ക്ക് സമീപം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യം ഇയാൾ ഈ പിങ്ക് പെട്രോളിംഗ് ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ സമീപത്ത് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പിങ്ക് പെട്രോളിംഗ് ഉദ്യോഗസ്ഥർ ഈ നെയ്യാറ്റിൻകര ബസ് ഡിപ്പോയ്ക്ക് സമീപത്ത് പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് എത്തിയതാണ്. ഈ സമയത്ത് അവർ അവിടെ വാഹനം പാർക്ക് ചെയ്ത് സ്റ്റാൻഡിനുള്ളിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി അകത്തേക്ക് പോയിരുന്നു. ഈ സമയത്താണ് ഈ അജ്ഞാതനായ യുവാവ് ഈ വാഹനത്തിനടുത്തേക്ക് എത്തുന്നത്. ഈ വാഹനത്തിന് ചുറ്റും അല്പനേരം ഇയാൾ കറങ്ങിയ ശേഷം ആദ്യം വാഹനത്തിന്റെ ബോണറ്റിലാണ് കയറിയിരുന്നത്. പിന്നീടാണ് ഇയാൾ വാഹനത്തിന് മുകളിലേക്ക് കയറിയിരുന്ന അതുവഴി നടന്നു വന്നിരുന്ന മറ്റ് യാത്രക്കാരെ അടക്കം നാട്ടുകാരെ അടക്കം അസഭ്യം പറയുന്നതും അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് അരമണിക്കൂറോളം ഇയാൾ ഈ അസഭ്യ വർഷം മാത്രമല്ല ഈ അക്രമ സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ഇതിന്റെ മണ്ടയിൽ നിന്ന് ഇരുന്നു കൊണ്ട് തന്നെ നടന്നുപോയ ആളുകൾക്ക് നേരെ കല്ലിറക്കി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഈ നാട്ടുകാരാണ് അകത്തുണ്ടായിരുന്ന പിങ്ക് പെട്രോളിംഗ് ഉദ്യോഗസ്ഥരെ ഈ സംഭവം അറിയിക്കുകയും ഈ ഉദ്യോഗസ്ഥർ അവിടേക്ക് ഓടിയെത്തി ഇയാളെ വാഹനത്തിന് മുകളിൽ നിന്ന് വിരട്ടി താഴേക്ക് ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇയാൾ അവിടുന്ന് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർ പരാതിയൊന്നും നൽകിയിരുന്നില്ല. പക്ഷേ ഇത് പിന്നീട് വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളടക്കം വൈറലായതോടുകൂടിയാണ് ഇത് നെയ്യാറ്റിൻകര പോലീസ് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇയാൾ നിരന്തരം ഇത്തരത്തിൽ ഈ ഭാഗങ്ങളിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ഒരാളാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ഈ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ആരാണ് എന്നുള്ളത് സംബന്ധിച്ചാണ് പോലീസ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. ഇയാളെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ശരി, ലഹരിമൂത്ത് പിങ്ക് പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയായിരുന്നു അഭ്യാസം.